Hi dears, again hearty welcome to next part of our class on introducing literature. We are in first module, have been dealing with poetic language or figure of speech. From the second part of this module, poetic. In previous class, we were introduced to kind of comparison, simile and metaphor as part of realizing this poetic technique or figure of speech. And we had gone through one more examples given in our textbook to understand this comparison. That is some lines of poem by Lord Byron and from the poem Daffodils written by Wordsworth. And we saw poetic technique or figure of speech, that is comparison, in these lines. And as we understood before, comparison is used to make the uncommon common. കോമൺ അല്ലാത്ത ഫെമിലിയർ അല്ലാത്ത കാര്യങ്ങളെ ഇത്തരം പോയറ്റിക് ലാംഗ്വേജിലൂടെ നമുക്ക് കോമൺ ആക്കി ഫെമിലിയർ ആക്കി കൂടുതൽ മനസ്സിലാക്കാൻ ഉപയോഗിക്കപ്പെടുന്നതാണ് കമ്പാരിസൺ. ഹിയർ ഈസ് അനദർ പോയം ബൈ ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ വിച്ച് യൂസസ് കമ്പാരിസൺ ആൻഡ് യു ആർ ആസ്ക്ഡ് ടു റീഡ് ദിസ് പോയം ആൻഡ് ടു ഐഡന്റിഫൈ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. Okay, let us read this poem. The oak, live thy life young and old, like yon oak, bright in spring, living gold, summer rich, then and then autumn changed, sober hued, gold again, all his leaves fallen at length. Look, he stands, tuck and bow, naked strength. Here in this poem, the poet speaks on oak tree, and the life of this tree passes through different seasons that are spring, summer, autumn and winter. ലിറ്ററേച്ചറിൽ സീസണുകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഓരോ സീസണിലെയും പൂക്കൾക്കും ചെടികൾക്കും ജീവജാലങ്ങൾക്കും സംഭവിക്കുന്ന മാറ്റങ്ങൾ, ചേഞ്ചസുകൾ ഒക്കെ മുമ്പൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരു സീസണിൽ നടക്കുന്ന കാര്യങ്ങളല്ല തൊട്ടടുത്ത സീസണിൽ നടക്കുന്നത്. ഒരു സീസണിൽ ചെടികൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മറ്റു ചില സീസണിലേക്ക് വേറെ ചില ഗുണങ്ങളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഓരോ സീസണിലൂടെ കടന്നു പോകുമ്പോൾ അതിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ വ്യത്യസ്തമാണ്. അതിന് ഒരുപാട് അർത്ഥങ്ങളും ഉണ്ട് എന്ന് നമുക്കറിയാം. ഇവിടെ ഇന്റർനാഷണൽ ലെവലിൽ, വെസ്റ്റേൺ ലെവലിൽ നമ്മൾ സീസൺസിൽ എടുക്കുമ്പോൾ പ്രധാനമായിട്ടും 4 സീസണെയാണ് അവർ പറയാറുള്ളത്. എന്നാൽ നമ്മുടെ നാട്ടിൽ, കേരളത്തിലൊക്കെ അതിൽ കൂടുതൽ സീസണുകളൊക്കെ ഉണ്ടാവാം. നമ്മുടെ ചില സീസൺസ് അവർക്കില്ല ചില സീസൺ നമ്മളും അത്ര കൂടുതലായിട്ട് അനുഭവിക്കുന്നില്ല. ഭൂമിയിലെ ഓരോ പ്രദേശങ്ങളിലും സീസണിന്റെ ടൈം വ്യത്യാസമാണ്. ആ സീസണിന്റെ ഡ്യൂറേഷനും പീരിയഡുകളും വ്യത്യാസമുണ്ട്. ചില നാടുകളിൽ 6 മാസമാണെങ്കിൽ ചില നാടുകളിൽ അതേ സീസണിന് 2 മാസമോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിന് തീവ്രതയിലും വ്യത്യാസമുണ്ട്. നമുക്കറിയാം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ശൈത്യം എന്ന് പറയുമ്പോൾ അത് കഠിനമാണ്. പലപ്പോഴും കോട്ടുകളൊക്കെ ധരിച്ചിട്ടാണ് അവിടെയുള്ള ആളുകളൊക്കെ ആ സീസണിലൊക്കെ സഞ്ചരിക്കാറ്. നമുക്ക് നമ്മുടെ നാട്ടിൽ തണുപ്പ് എന്ന് പറയുമ്പോൾ പ്രഭാതത്തിൽ ഉണ്ടാകുന്ന ചെറിയൊരു തണുപ്പ്, യാത്രകൾക്കൊക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ചെറിയൊരു തണുപ്പ് മാത്രമാണ് ഉണ്ടാകാറുള്ളത്. അല്ലാതെ കോട്ട് ധരിക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവാറില്ല. അതുപോലെ ചൂട് എന്ന് പറയുമ്പോൾ അതികഠിനമായ ചൂടൊന്നും നമ്മൾ കേരളത്തിൽ നമ്മൾ അനുഭവിക്കാറില്ല. എന്നാൽ വിദേശ രാജ്യങ്ങളിലും ഉത്തരേന്ത്യയിലെ ചില പ്രദേശങ്ങളൊക്കെ തന്നെ ചൂട് എന്ന് പറയുമ്പോൾ അതികഠിനമായ ചൂടാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെയൊക്കെ അവസ്ഥകളൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവാം. തൊട്ടടുത്ത ദിവസം കുളിക്കാൻ വേണ്ടി അവർ ഇന്ന് തന്നെ വെള്ളം റൂമിൽ കൊണ്ടുപോയി AC താഴേക്ക് വെച്ചിട്ട് തൊട്ടടുത്ത ദിവസം ആ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടൊക്കെയാണ് കുളിക്കാറ്. കാരണം ടാപ്പിലൂടെ ചൂടുള്ള വെള്ളമാണ് പലപ്പോഴും ഇവിടെയൊക്കെ ഡെയിലി ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് വരുന്നത്. അപ്പൊ അത്ര കഠിനമായ ചൂടൊന്നും നമുക്ക് ഇവിടെ കേരളത്തിൽ നമ്മൾ അനുഭവിക്കാറില്ല. അതുകൊണ്ടാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓരോ സീസണും ഓരോ പ്രദേശങ്ങളും വ്യത്യസ്ത രൂപത്തിലൊക്കെയാണ് അനുഭവിക്കാറുള്ളത്. എങ്കിലും കോമൺ ആയിട്ട് ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ കണ്ടുവരുന്നത് 4 സീസണിലാണ്. പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ലിറ്ററേച്ചറിലെ കൂടുതലായി കണ്ടുവരുന്നത് അത് സ്പ്രിംഗ്, വസന്തകാലം, ദെൻ സമ്മർ, വേനൽക്കാലം, ഓട്ടം, ശരത്കാലം, കൊയ്ത്തുകാലം അല്ലെങ്കിൽ ഫലങ്ങൾ കായ്ക്കുന്ന കാലങ്ങൾ എന്നൊക്കെ പറയാം, ദെൻ വിന്റർ, ശീതകാലം, തണുപ്പ് കാലം. ഓരോ സീസണിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാവുമ്പോഴാണ് ചില പോയങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അതിന്റെ മീനിങ് മനസ്സിലാവുള്ളൂ. ഹിയർ ദ സ്പ്രിംഗ് സീസൺ, ഇറ്റ് ഇസ് ദ ഫസ്റ്റ് സീസൺ. It connotes the early time of a day, an early period of human life. അതൊരു ദിവസങ്ങളിലേക്ക് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അതൊരു
മോർണിംഗ് ടൈമാണ്, വളരെ നേരത്തെയുള്ള സമയമാണ്. അപ്പോൾ ആ ഒരു സമയങ്ങളിൽ പ്രകൃതിയിൽ നടക്കുന്ന ഒരുപാട് സുന്ദരമായ കാഴ്ചകൾ, ഉണരൽ, പുഷ്പിക്കൽ, ചില സസ്യങ്ങളുടെയും ഒക്കെ സ്റ്റാർട്ടിംഗ് ടൈം, അതുണ്ടാക്കുന്ന വളരെ മനോഹരമായ കാഴ്ചകൾ ഹ്യൂമൻ ലൈഫിലേക്ക് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊരു മനുഷ്യന്റെ ബിഗിനിങ് ടൈമാണ്, ബർത്ത് ആണ്. ആ ഒരു സമയത്തുണ്ടാകുന്ന സുന്ദരമായ വളരെ സന്തോഷകരമായ സമയങ്ങൾ. ദെൻ സമ്മർ സീസണിലേക്ക് വരുമ്പോൾ അതൊരു ഡേയിലേക്ക് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു ദിവസത്തിന്റെ നട്ടുച്ച സമയമാണ്, ആ ദിവസത്തിന്റെ പകുതിയാണ്. ദെൻ ഹ്യൂമൻ ലൈഫിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അത് അവന്റെ ഒരു ബെസ്റ്റ് ടൈമാണ്, ഒരു വളരെ സന്തോഷകരമായ ടൈമാണ്, യൂത്ത് പീരീഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ മറ്റു സസ്യങ്ങളുടെയൊക്കെ വളരെ വളർച്ച എത്തിയ സമയമാണ്. ദെൻ ഓട്ടം സീസൺ, ശരത്കാലം, കൊയ്ത്തുകാലം എന്ന് പറയുമ്പോൾ ഫലങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാകുന്ന, കൊയ്ത്ത് നടക്കുന്ന ഒരു സമയമാണ്. സമ്മർ സീസണിൽ അതിന്റെ ഏറെക്കുറെ വളർച്ച എത്തുന്നു. ഓട്ടം സീസണിലാണ് സമയത്ത് അത് പുഷ്പിക്കുകയും അത് കായ്കൾ ഉണ്ടാക്കി അത് കൂടുതൽ ഫലഭൂഷ്ടമാകുന്ന ഒരു സമയമാണ്. Yes, while you read this poem, you must remember all these features of these seasons. Then you can understand each line and what is the connotative meaning of these words. That is why I briefly explain the features of each season. Yes, totally the oak tree signifying the human life. The connotative meaning of oak tree is human life. And we can see the human life through the life of oak tree. And you know the meaning thy. ഓൾഡ് ഇംഗ്ലീഷ് ആണ്, നീ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ live thy life, you live your life, യങ് ആൻഡ് ഓൾഡ്, യങ്ങും ഓൾഡുമായി ഓക്ക് ട്രീയെ പോലെ യങ്ങായി ഓൾഡായി നിന്നെ ജീവിതം ഇങ്ങനെ നയിച്ചു കൊണ്ടിരിക്കുന്നു. ബ്രൈറ്റ് ഇൻ സ്പ്രിംഗ് ലിവിങ് ഗോൾഡ്, വളരെ സന്തോഷവാനായി നീ ഇങ്ങനെ സ്പ്രിംഗ് സീസണിൽ, വസന്തകാലത്തിൽ ഇങ്ങനെ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉല്ലാസത്തോടുകൂടി ആനന്ദത്തോടുകൂടി നീ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. സമ്മർ റീച്ച്, സമ്മർ സീസണിലാവുമ്പോഴേക്ക് നീ കൂടുതൽ വളരുകയും വികസിക്കുകയും ഫലങ്ങളൊക്കെ കായ്ക്കാനുള്ള പാകത്തിലെത്തുകയും ചെയ്യുന്നു. Then autumn changed, sober hued gold again. ഓട്ടം സീസണിലാകുമ്പോഴേക്ക് വീണ്ടും ചില മാറ്റങ്ങൾ വരുന്നു. എല്ലാം യെല്ലോവിഷ് കളറിലേക്ക്, ഗോൾഡൻ കളറിലേക്ക് നാശത്തിന്റെ ഒരു സ്വഭാവം കാണിച്ചു നീങ്ങുന്നു. All his leaves fallen at length, look, he stands stuck and bow, naked strength. എന്നാൽ ഓട്ടം സീസൺ കഴിയുന്നതോടുകൂടി പൂർണ്ണമായൊരു നാശത്തിലേക്കാണ് നീ ഇങ്ങനെ നീക്കൊണ്ടിരിക്കുന്നത്. നിന്റെ സ്ട്രെങ്ത് എല്ലാം നശിച്ചുകൊണ്ട്, ഇലകളെല്ലാം പൊഴിഞ്ഞുകൊണ്ട് പൂർണ്ണമായൊരു നാശത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പോം ഡീപ്പായിട്ട് മനസ്സിലാക്കുകയല്ല, അതിന് മീനിങ് മനസ്സിലാവുകയല്ല നമ്മുടെ ഉദ്ദേശം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ലാംഗ്വേജ് കണ്ടെത്തുക എന്നുള്ളതാണ്. ദെൻ ഇവിടെ കൊണോട്ടേറ്റീവ് മീനിങ് ഹ്യൂമൻ ലൈഫാണ് നേരത്തെ പറഞ്ഞു. ദെൻ ഈ ഒരു പോയത്തിന്റെ കൊണോട്ടേറ്റീവ് മീനിങ്ങും അതുപോലെ ഇതിൽ വന്നിരിക്കുന്ന കമ്പാരിസൺ, മെറ്റാഫർ ആൻഡ് സിമിലിയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഹിയർ ലൈക്ക് യോൺ ഓക്ക് ആൻഡ് സിമിലി വന്നിരിക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പോയം വായിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. Then next we have a question. What is compared to what here? ഇവിടെ എന്തിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? You know the answer. The life of human being is compared to the oak tree. അല്ലെ, ഓക്ക് ട്രീയുടെ അതിന്റെ വ്യത്യസ്തമായ സ്റ്റേജുകൾ പറഞ്ഞ് ഹ്യൂമൻ ലൈഫിന്റെ പീരീഡിനെയാണ്, സ്റ്റേജുകളെയാണ്, അതിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. That is the connotative meaning. And next question, how does comparison enrich meaning? Add more meaning to young and old. കമ്പാരിസൺ ഒരു പോയത്തിന് അല്ലെങ്കിൽ അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന മീനിങ്ങിന് എന്ത് എൻറിച്ച്മെന്റ് ആണ്, റിച്ച്നെസ് ആണ്, എങ്ങനെയാണ് ഫെർട്ടിലൈസ് ചെയ്യുന്നത്, സമ്പന്നമാക്കുന്നത്? നേരത്തെ ഉള്ള മീനിങ്ങിനേക്കാൾ കമ്പാരിസൺ ഉപയോഗിക്കുന്നതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് ആ ഒരു പോയത്തിന് നൽകുന്നത്? As we know, comparison bring an image in our mind. A image is created by poetic language in our mind. നാം നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലെ ലവ് ഇസ് എ റെഡ് റോസ്, ലവ് എന്ന സങ്കല്പം കൂടുതൽ മനസ്സിലാക്കാൻ ഈ റെഡ് റോസ് എന്ന കമ്പാരിസൺ ഏറെ സഹായകമായി. അത് അങ്ങനെ കമ്പയർ ചെയ്ത് പറഞ്ഞ സമയത്ത് ലവ് എന്ന സങ്കല്പം നമ്മുടെ മനസ്സിൽ റോസാപ്പൂവിന്റെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ കമ്പാരിസണിലൂടെ നടക്കുന്നത് കമ്പയർ ചെയ്യപ്പെട്ട വസ്തുവിന്റെ ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നതാണ്. അത് ഓരോരുത്തരുടെ മനസ്സിലെയും അവർ വായിക്കുന്നതിനനുസരിച്ച് അവർക്കുണ്ടായ എക്സ്പീരിയൻസിനനുസരിച്ചായിരിക്കും അങ്ങനെയുള്ള ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്.
ലവ് ഈസ് എ റെഡ് റോസ് എന്ന് പറയുന്ന സമയത്ത് ലവ് എന്ന സങ്കല്പം നമ്മുടെ മനസ്സിൽ റോസാപ്പൂവിന്റെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഇമേജുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കമ്പാരിസൺ ആ ഒരു മീനിങ്ങിനെ കൂടുതൽ റിച്ച് ആക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. യങ് ആൻഡ് ഓൾഡ് എന്ന് പറയുന്ന സമയത്ത് എന്തെല്ലാം മീനിങ്ങുകളാണ് കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഹിയർ ദ യങ് ആൻഡ് ഓൾഡ് ഇറ്റ് സിഗ്നിഫൈ യൂത്ത് ആൻഡ് ഓൾഡ് പീരിയഡ് ഓഫ് ഹ്യൂമൻ ലൈഫ്. And we know so many qualities of youth and also so many features of old period. Yes, youth period is a strongest period in our life. They are energetic and active. കൂടുതൽ പ്രസരിപ്പുള്ള ഊർജ്ജസ്വലതയുള്ള ഒരു പീരീഡാണ്. ഓൾഡ് പീരീഡ് എന്ന് പറയുമ്പോൾ സിക്നെസിന്റെ, ലാക്ക് ഓഫ് വിഗറസിന്റെ, ലാക്ക് ഓഫ് എനർജിയുടെ, എല്ലാം നഷ്ടപ്പെട്ടു പോയ, ഇല്ലായ്മയുടെ, മറ്റുള്ളവരുടെ ആശ്രയം ലഭിക്കേണ്ട ഒരു പീരീഡിനെയാണ് ഓൾഡ് പീരീഡ് എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം മീനിങ്ങുകൾ നമ്മൾ ഈ ഒരു പോയം വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. അങ്ങനെയുള്ള ധാരാളം മീനിങ്ങുകൾക്കാണ് കൊണോട്ടേറ്റീവ് മീനിങ് എന്ന് പറയുന്നത്. ദെൻ നാം നേരത്തെ മനസ്സിലാക്കിയ 2 ടൈപ്പ് ഓഫ് കമ്പാരിസൺ ആണ് ഈ ക്ലാസ് റൂം ആക്ടിവിറ്റിയിൽ നെക്സ്റ്റ് പറയുന്നത്. ക്ലാസ് റൂം ആക്ടിവിറ്റി. സീ ദിസ്. യുവർ ഷാർപ്നെസ് റിപ്സ് മൈ പേപ്പർ ഹാർട്ട് ഇൻടു 2. What is the poet implying here? And it is clearly certain that our heart is not made of paper. Your sharpness, your edge, tear my paper heart. പേപ്പർ കൊണ്ട് ഒരിക്കലും ഹൃദയം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. പിന്നെ എന്താണ് ഈ പേപ്പർ ഹാർട്ട് കൊണ്ട് ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ വളരെ വ്യക്തമാണ് ഈ പേപ്പർ ഹാർട്ടിന് എന്തോ ഒരു കൊണോട്ടേറ്റീവ് മീനിങ് ഉണ്ട് എന്ന കാര്യം. ആൻഡ് വാട്ട് മീനിങ് ഹാവ് ബീൻ മേഡ് പോസിബിൾ ബൈ ദ ചോയ്സ് ഓഫ് വേർഡ്സ്. ഈ ഒരു പേപ്പർ ഹാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെല്ലാം അർത്ഥങ്ങളായിരിക്കാം? പേപ്പർ നമുക്കറിയാവുന്നതുപോലെ വേഗത്തിൽ മുറിക്കാൻ പറ്റുന്ന, കീറാൻ പറ്റുന്ന, കട്ട് ചെയ്യാൻ പറ്റുന്ന, പീസാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ഹൃദയം ലോലമാണ്, ചെറിയ സങ്കടങ്ങൾ പോലും താങ്ങാൻ കഴിയാത്ത, പെട്ടെന്ന് വേദനകൾ, സങ്കടങ്ങളൊക്കെ നിറയുന്ന ഒരു ഹൃദയമായിട്ട് പറയാം. അപ്പോൾ ആ ഒരു ഹൃദയത്തെ നീ വീണ്ടും നോവിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു മീനിങ് ഇവിടെ കൊടുക്കാം. ഇങ്ങനെ വേറെയും ചില അർത്ഥങ്ങൾ വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താം. And next, what about the lines given below? Life is a broken winged bird that cannot fly. Her sorrow bit her heart. And here the poet compared human life with broken winged bird. ഒരു ചിറകൊടിഞ്ഞ പക്ഷിയോടാണ് മനുഷ്യന്റെ ജീവിതത്തെ ഇവിടെ പോയറ്റ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ലൈക്ക് ഉപയോഗിക്കാതെ, ചിറകൊടിഞ്ഞ പക്ഷിയെ പോലെ എന്ന് പറയാതെ ഡയറക്റ്റ് ആയിട്ട് അത് തന്നെയാണ് ജീവിതം എന്നാണ് ഇവിടെ പോയറ്റ് പറയുന്നത്. ലൈക്ക് ഉപയോഗിക്കാതെ പറഞ്ഞതുകൊണ്ട്, ആസ് ഉപയോഗിക്കാതെ പറഞ്ഞതുകൊണ്ട് അതിന് ഇവിടെ ഒന്നുകൂടെ തീവ്രത ലഭിക്കുന്നുണ്ട്. ചിറകൊടിഞ്ഞ പക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഇനി അതിന് പറക്കാൻ സാധ്യമല്ല, ഒരു മുന്നോട്ടുള്ള മൂവ്മെന്റ് സാധ്യമല്ല. ഇതുപോലെ ജീവിതം ഇനി മുന്നോട്ടുള്ള അതിന്റെ ഗമനം നിലച്ചുപോയിരിക്കുന്നു എന്നാണ് ഇവിടെ പോയറ്റ് ഉദ്ദേശിക്കുന്നത്. That cannot fly. Her sorrows beat her hard. The past form of bite. ആ ജീവിതത്തിന്റെ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അത്ര സങ്കീർണമാണ്. അത് ജീവിതത്തെ വല്ലാതെ നശിപ്പിച്ചിരിക്കുന്നു, മുറിപ്പെടുത്തിയിരിക്കുന്നു, വേദനപ്പെടുത്തിയിരിക്കുന്നു എന്നർത്ഥം. Is the poet comparing life to a broken winged bird? If so, how is comparison different from the comparison we have seen in earlier poems? ഇവിടെ പോയറ്റ് ഹ്യൂമൻ ലൈഫിനെ ബ്രോക്കൺ വിങ്ഡ് ബേർഡിനോട് കമ്പയർ ചെയ്തിരിക്കുന്നു. എന്താണ് ഇവിടുത്തെ കമ്പാരിസണും നേരത്തെ നാം പോയംസിലൊക്കെ പഠിച്ച കമ്പാരിസണും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഇവിടെ ലൈക്ക് ഇല്ലാതെ, ആസ് ഇല്ലാതെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോയംസുകളിലൊക്കെ ലൈക്ക് ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് when the poet uses the verb bit, is not the poet equating her sorrows with a cruel or violent creature? കടിക്കുക, നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു വയലന്റ് ക്രിയേച്ചറിന്റെ, ഒരു ക്രൂവൽ ആനിമലിന്റെ സ്വഭാവമാണ്. ആ ഒരു സ്വഭാവം ഇവിടെ സോറോസിന് നൽകിക്കൊണ്ട് പോയറ്റ് ആ സോറോയുടെ തീവ്രത ഒന്നുകൂടെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ നാം മനസ്സിലാക്കിയ മെറ്റാഫേഴ്സും സിമിലിയാണ് ഇവിടേക്ക് നാം പരിചയപ്പെട്ടു വരുന്നത്. ദീസ് ടെക്നിക്സ് യൂസ്ഡ് ബൈ ദ പോയറ്റ് ടു എൻഹാൻസ് ഓർ ട്രാൻസ്ഫോം ദ മീനിങ് ആർ ടെക്നിക്കലി കോൾഡ് സിമിലീസ് ആൻഡ് മെറ്റാഫേഴ്സ്. സിമിലി എന്ന് നാം പറഞ്ഞു. ആസ് ലൈക്ക് ഉപയോഗിച്ച് പറയുമ്പോൾ അത് സിമിലി, ആസ് ലൈക്ക് ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പറയുമ്പോൾ മെറ്റാഫേഴ്സ് എന്ന് പറയുന്നു. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾസോട് കൂടി നാം പഠിച്ചിട്ടുണ്ട്. മെറ്റാഫേഴ്സ് ആർ ഓൾസോ കോൾഡ് സിംബിൾസ് ഇഫ് more readers recognize their connotations.
അതൊരു പോയറ്റിക് ടെക്നിക്കാണ് സിമ്പിൾസ് എന്നത്. എന്താണ് സിമ്പിൾസ്? അടയാളങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് റീഡേഴ്സിന് മനസ്സിലാകുന്ന കാര്യങ്ങൾ, കോമൺലി എല്ലാവർക്കും മനസ്സിലാവുന്ന മെറ്റാഫേഴ്സ് ആണ് സിമ്പിൾസ് എന്ന് പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, എ റെഡ് റോസ് ഈസ് എ സിമ്പിൾ ഓഫ് ലവ് ആൻഡ് എ വൈറ്റ് ഡോവ് ഈസ് എ സിമ്പിൾ ഓഫ് പീസ് ആൻഡ് സോ ഓൺ. ലവ്, പ്രണയം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം ഒരു റെഡ് റോസിന്റെ ഒരു ഇമേജ് ആണ്. വേറെയും ഒരുപാട് പൂക്കളുണ്ട് നമുക്കറിയാം, പക്ഷെ അത്തരം പൂക്കളുടെ ചിത്രങ്ങളൊന്നുമല്ല പെട്ടെന്ന് ലവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. വേറെയും കളറുകളുള്ള റോസുകളുണ്ട്, അവിടെയൊന്നും മറ്റു കളറുകളൊന്നും വരാതെ റെഡ് റോസ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഇങ്ങനെ ലവ് എന്ന് പറയുമ്പോൾ റെഡ് റോസിന്റെ ചിത്രം മനസ്സിൽ വരുന്നത് പോലെ ഏറെക്കുറെ എല്ലാ റീഡേഴ്സിനും ഒരുപോലത്തെ ഇമേജിനെ, ഒരുപോലത്തെ കൊണോട്ടേഷൻ മീനിങ്സ് മനസ്സിൽ വരുന്നുവെങ്കിൽ, രൂപപ്പെടുന്നുവെങ്കിൽ അത്തരം പോയറ്റിക് ലാംഗ്വേജ് ആണ് സിമ്പിൾസ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഒരു വെള്ളരിപ്രാവിന്റെ ചിത്രം നാം കാണുമ്പോൾ അത് സമാധാനത്തിന്റെ പ്രതീകമാണ്. പല ദുരന്തങ്ങൾ, അപകടങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ ഒരു കറുത്ത കൊടി, കറുത്ത ബാഡ്ജ് നാം ധരിക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഏറെക്കുറെ എല്ലാവർക്കും ഒരേ രൂപത്തിൽ കൊണോട്ടേഷൻ മീനിങ് ലഭിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ആണ് സിമ്പിൾസ് എന്നത്. സോ ഹിയർ സിമിലി, മെറ്റാഫോർ ആൻഡ് സിമ്പിൾസ് ഇവോക്ക് ഫീലിംഗ്, ഒരു അഡീഷണൽ മീനിങ്, ഒരു എലവേറ്റഡ് തോട്ട്സ്, മീനിങ്ങുകൾക്കെല്ലാം ഒരു റിച്ച്നെസ് നൽകുന്നുണ്ട്. സോ മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റെഡ് റോസ് എന്ന് പറയുമ്പോഴും, മൈ ലവ് ഈസ് എ റെഡ് റെഡ് റോസ് എന്ന് പറയുമ്പോഴും ആ റെഡ് റോസ് പൊസസ് ചെയ്യുന്ന ഗ്രേസിന്റെ, ബ്യൂട്ടിയുടെ അതേ ക്വാളിറ്റി ലവിനും നൽകുന്നു എന്നർത്ഥം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നാം പറഞ്ഞതിലൂടെ മറ്റൊരു പോയറ്റിക് ടെക്നിക് കൂടി നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഇമേജറി. എന്താണ് ഇമേജറി എന്നാൽ? ഇമേജറി റിഫേഴ്സ് ടു ദ യൂസ് ഓഫ് സീരീസ് ഓഫ് ഇമേജസ് ടു കൺവേ എ ഫീലിംഗ് ഓർ ഐഡിയ. നമുക്ക് ഫെമിലിയർ അല്ലാത്ത, കോമൺ അല്ലാത്ത ഒരു ആശയത്തെ, ഇപ്പൊ ലവ് എന്ന ഒരു ആശയത്തെ അത് കൺവേ ചെയ്യാൻ വേണ്ടി, അതിന്റെ മീനിങ് കൂടുതൽ വ്യക്തമാവാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഇമേജുകളെയാണ്, സീരീസ് ഓഫ് ഇമേജിനെയാണ് ഇമേജറി എന്നത്. ഇവിടെ നാം നേരത്തെ പറഞ്ഞതുപോലെ ലവ് എന്ന സങ്കല്പത്തെ മനസ്സിലാവാൻ വേണ്ടി റോസ് എന്ന ഇമേജ് നൽകിയപ്പോൾ ആ ലവിന്റെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളെ, തലങ്ങളെ നാം മനസ്സിലാക്കി. ഇതുപോലെ ഒരാശയത്തെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പോയട്രിയിലും മറ്റും ഉപയോഗിക്കുന്ന ഇമേജുകളാണ്, വേർഡ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഇമേജിനെയാണ് ഇമേജറി എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അനദർ എക്സാമ്പിൾ വി ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ അവർ പ്രീവിയസ് ക്ലാസ്, ദ ലൈൻ ഫ്രം വേർഡ്സ്വർത്ത് പോയം, ഐ വാണ്ടഡ് lonely as a cloud. The loneliness of a poet is explained by the image of a lone cloud floating over a valley that is created by a poetic language. പോയറ്റിക് ലാംഗ്വേജിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട അത്തരമൊരു ഇമേജിലൂടെ, വാലികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു മേഘത്തോട് സമാനപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു ഏകാന്തയുടെ തീവ്രത വായനക്കാരന് ലഭിക്കുന്നു. Here the poet used the image of lone cloud to express the loneliness of him. ഇത്തരത്തിലുള്ള ഇമേജുകൾക്കാണ് ഇമേജറി എന്ന് നാം പറയുന്നത്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഭാഗങ്ങളൊക്കെ കമ്മിങ് വീഡിയോസിലായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ടെക്സ്റ്റിലെ ഇത്രയും ഭാഗങ്ങളൊന്ന് നിങ്ങളൊന്ന് വായിക്കുക. നാം പറഞ്ഞ പോയറ്റിക് ലാംഗ്വേജിന്റെ ഇത്തരം ഫീച്ചേഴ്സുകൾ ഒന്നുകൂടി മനസ്സിലാക്കുക. അത്തരം ടെക്നിക്സുകൾ നമ്മുടെ റിട്ടൺ ലാംഗ്വേജിലും മറ്റും ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.